ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സിൻഡിജസ് ഡെയിലി ഡാൻസിങ്. സോ ഇന്നലെ നമുക്ക് കല്യാണത്തിൻ്റെ വ്ളോഗ് എടുത്തിരുന്നില്ലേ? സോ അവരുടെ പാർട്ടി വിശേഷത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എങ്ങനെയുണ്ടെന്ന് സാധനങ്ങൾ ബജ്ജി, മുളക് ബജ്ജി, കാ ബജ്ജി, കുറേ ജ്യൂസസ്, എന്തൊക്കെയോ ചോക്ലേറ്റ് മൗണ്ടൻ എന്നൊക്കെ പറയുന്ന ഡെസേർട്ട്സും അപ്പുറത്തുണ്ടായിരുന്നു. ഞാൻ വന്നിട്ടത് തട്ടാമെന്ന് വിചാരിച്ചു, പക്ഷേ എൻ്റെ പ്ലാനിങ് 8 നിലയിൽ പൊട്ടിയിടിയേഴ്സ്. കാരണം ഞാൻ അകത്ത് പോയി ബുഫേ അടിച്ചു മാറ്റിക്കൊണ്ട് തിന്നുകൊണ്ട് വന്ന സമയം കൊണ്ട് പുറത്തെ കൗണ്ടർ ക്ലോസായി. ഇപ്പം ഞാൻ ബജ്ജിയാണ് തിന്നുന്നത്. മുളക് ബജ്ജിയുണ്ട്, കാ ബജ്ജിയുണ്ട്. ആദ്യം ഞാൻ മുളക് ബജ്ജി തിന്നു. കോഫി ഞാൻ ഓർഡർ ചെയ്തു. കോഫിയുടെ ഉസ്താദാണല്ലോ ഞാൻ. പിന്നെ ഞാൻ വാഴയ്ക്ക ബജ്ജിയും തട്ടി. ഇത് വാഴയ്ക്ക ബജ്ജി. ഈ ഡ്രസ്സ് എവിടെ നിന്നാണ് പ്രത്യക്ഷ എന്നുള്ളതൊക്കെ വീഡിയോയുടെ ലാസ്റ്റ് വരെ കാണുക. വാച്ച് വ്ളോഗ് എൻഡ് ടു നോ വെയർ ദിസ് കോസ്റ്റ്യൂം ഈസ് ഫ്രം. സോ ദിസ് ഇസ് എ സെറ്റപ്പ് ആംബിയൻസ് അറ്റ് RDR ഇടപ്പഴിഞ്ഞി. RDR ഇടപ്പഴിഞ്ഞിയിൽ വെച്ചിട്ടാണ് നമ്മുടെ ഈ പാർട്ടി ഹോസ്റ്റ് ചെയ്തിരുന്നത്. അങ്ങനെ ഞാൻ RDRനകത്ത് കയറി. നല്ല കൂളിങ്ങും ചില്ലും AC ആയിരുന്നു. ട്രിവാൻഡ്രത്തേക്ക് വെച്ച് തന്നെ ഏറ്റവും ലക്ഷൂറിയസ് ആയിട്ടുള്ളൊരു വെഡ്ഡിങ് വെന്യൂ ആണ് RDR. പോയവർക്കറിയാം. ഞാൻ പാട്ടൊക്കെ മ്യൂട്ട് ചെയ്തതാണ്. ഓക്കെ, കല്യാണത്തിൻ്റെ വീഡിയോ എനിക്ക് കോപ്പിറൈറ്റ് അടിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് ഇതാണ് RDRൻ്റെ സെറ്റപ്പ്. പെണ്ണും ചെറുക്കണ്ടിരിക്കുന്നത്. ഇനി വരൂ, നമുക്ക് ഫുഡ് അടിക്കാൻ ബുഫേ കൗണ്ടറിലേക്ക് പോകാം. നോൺ വെജിൻ്റെ ആശാത്തി ഞാനായതുകൊണ്ട് ആ വശത്തേക്ക് ഞാൻ പോകുന്നുള്ളൂ. അപ്പം ഉണ്ട്, ഇടിയപ്പം ഉണ്ട്. അതിലേതെങ്കിലും ഒരെണ്ണം നമുക്ക് സെലക്ട് ചെയ്യാം. ഇടിയപ്പം മറ്റേ ചെമ്പാ ടൈപ്പാണ്, റെഡ് റൈസിൻ്റെ ആയിരുന്നു. ഞാൻ അപ്പം എടുത്തു. ഇനി അടുത്ത് അതിനു മുമ്പേ പ്ലേറ്റ് എടുക്കണമല്ലോ. സെൽഫ് സർവീസാണ്. ഞാൻ കാണിച്ചു തരാം. ഞാൻ 2 അപ്പം എടുത്തു. ഒരു അപ്പം, മേ ബി ഒന്നാണെന്ന് തോന്നുന്നത്. ഒരപ്പം. ഇടിയപ്പത്തിൻ്റെ പരിസരത്തോട്ട് ഞാൻ പോയില്ല. പിന്നെ ഫിഷ് മോളി, പിന്നെ എന്താണ്, പൊറോട്ടയും മെഷീൻ ചപ്പാത്തി എനിക്ക് ഇഷ്ടമല്ല, ഞാൻ എടുത്തില്ല. അതാണ് നമ്മുടെ ഐറ്റം. ചിക്കനോടും വലിയ കമ്പമില്ല, പക്ഷെ കണ്ടുകൊണ്ട് എടുത്തു. ഞാൻ ബീഫിൻ്റെ ആളാണ്. ഗീ റൈസ് വെച്ചു. പിന്നെ ബിരിയാണി ഉണ്ടായിരുന്നു. അതാണ് 2 റൈസ്. ഫ്രൈഡ് റൈസ്. ഗീ റൈസും ഫ്രൈഡ് റൈസും. ബിരിയാണിയല്ല, ഫ്രൈഡ് റൈസ് ആയിരുന്നു. ഇത്രയും സാധനങ്ങൾ ഇരിക്കുമ്പോൾ എന്തുവാ തട്ടിയെന്ന് പോലും ഓർമ്മയില്ല. അതിനെക്കാട്ടി എനിക്ക് വ്ളോഗ് എടുക്കുന്നതാണ്. ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു. എല്ലാം ക്ലോസായി കാണും. അടുത്തത് നമ്മുടെ ബീഫ്, നമ്മുടെ മെയിൻ താരമായ ബീഫ്. എൻ്റെ ഇന്നത്തെ പ്ലേറ്റ് വയ്ക്കാൻ സ്ഥലമില്ല. കപ്പ ചേട്ടൻ പറഞ്ഞ് ഇതൊക്കെ തിന്നിട്ട് വന്നിട്ട് എടുക്കാം. കപ്പയും മീനും ഉണ്ടായിരുന്നു. അത് ഞാൻ കഴിച്ചിട്ട് വന്നിട്ട് എടുത്തു. ഇരിക്കാൻ സ്ഥലമുണ്ട്, എൻ്റെ കോമഡി പ്ലേറ്റ് സ്ഥലമില്ല, ബാക്കി സാധനം. അങ്ങനെ ഞാൻ ഇരിപ്പിടത്തിൽ വന്നിരുന്നു. പോസിങ്, സെൽഫി, ക്യൂട്ട്നെസ് വാരി വിതറി. എൻ്റെ തീറ്റപ്പാത്രം എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും എടുക്കാൻ വരും. സോ ഇതാണ് എൻ്റെ ഹൗസ്ഫുൾ പ്ലേറ്റ്. അങ്ങനെ ഞം വെട്ടട്ടെ. ഞാൻ ആദ്യം ചിക്കൻ്റെ ഫ്രൈ തന്നെ എടുക്കാം. വാവ്, സോ ഡെലീഷ്യസ് ആൻഡ് ടേസ്റ്റി. ഹോട്ടായിട്ടുള്ള ചിക്കൻ. അടുത്ത ചോറ് തട്ടട്ടെ ഞാൻ. ഗീ റൈസും ഫ്രൈഡ് റൈസും. അത് നല്ല ടേസ്റ്റ്. എന്തൊക്കെയോ പരിപാടി ബാക്കി നടക്കുന്നുണ്ടായിരുന്നു. മോണിക്കൊക്കെ വളരെ ചളകുളമാക്കി കുറേ പിള്ളേർ ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഒരു റൗണ്ട് തിന്നിട്ട് കപ്പ മേടിക്കാൻ വളരെ അനുസരണയോടെ ഞാൻ കപ്പയും മീനും മേടിക്കാൻ വന്നു. ആ വിളമ്പുന്ന കാറ്ററിംഗ് ചേട്ടൻ പറഞ്ഞ പോലെ. കപ്പ മയക്കിയിട്ടില്ല, ഈ കറി പോലെ വെച്ചിട്ടില്ല, ചുമ്മാ അവിച്ച് വെച്ചിട്ട് അതിൻ്റെ കൂട്ടത്തിൽ മീനും. എനിക്ക് ആ മയക്കുന്ന കപ്പയാണ് ഇഷ്ടം. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം? മീൻസ് കറി പോലെ വയ്ക്കുന്നത്. അങ്ങനെ ഞാൻ കപ്പ തീറ്റ തുടങ്ങി. മീനും ഉണ്ട്. കപ്പ അവിച്ച ടൈപ്പാണ്, അല്ലാതെ ഇങ്ങനെ വേവിച്ച് കറി പോലെ വെച്ചത്. അങ്ങനെ ഇതും ഫിനിഷ് ചെയ്ത് ഞാൻ എൻ്റെ കൈ വാഷ് ചെയ്യാൻ പോയിട്ട് വരുന്ന വഴിയാണ് സ്വൈൻ. അങ്ങനെ ഞാൻ ഐസ്ക്രീമും ഗുലാബ് ജാമുനും കോംബോ എടുത്തു. സ്പൂണും എല്ലാം ആയിട്ട് ഞാൻ അത് ആസ്വദിച്ച് തിന്നാൻ പോയി. നമ്മൾ തിന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ പാട്ടും കൂത്തുമൊക്കെ വെച്ച് ആരും ശ്രദ്ധിക്കത്തില്ല. കാരണം ഇത്രയും സാധനങ്ങൾ തിന്നുക, അല്ലെങ്കിൽ അതിൻ്റെ മുന്നേ അത് വയ്ക്കണം. അവർ ഓർഗനൈസ് ചെയ്തൊരു പാഠ്യപേക്ഷകുണ്ട്. ട്രെൻഡിങ് റീൽസിൻ്റെ ഡാൻസ് സ്റ്റെപ്പ് ഒന്നും അങ്ങനെ ആയിരുന്നില്ല. പിന്നെ ഇവൻറ്റിലെ പിള്ളേർ ഡാൻസേഴ്സ് ഒന്നുമല്ല, ജീവിക്കാൻ വേണ്ടി എന്തെങ്കിലും തട്ടിക്കൂട്ടി കാണിക്കുന്നില്ലേ. അതിലും ബെറ്ററായി നിങ്ങളുടെ താരം സിന്ധുജ ഡാൻസ് ചെയ്യും. അതായത് ഹുക്ക് സ്റ്റെപ്പൊക്കെ അതേപോലെ ചെയ്ത് നമുക്ക് കുറച്ചുകൂടെ എൻജോയ് ചെയ്യാമായിരുന്നു. അതേപോലെ തന്നെ റീൽസിലൊക്കെ വരുന്ന പോലെ ഇതൊരു മാറ്റി മറിച്ച് എന്തൊക്കെയോ കാണിച്ചു. എനിക്കത് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ
വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കഴിഞ്ഞ മാരേജിൻ്റെ ഇതിൽ അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആ പിള്ളേർ പഠിക്കുന്നേ മോഹിനിയാട്ടം, അത് ഞാൻ കുറ്റമൊന്നും പറയുന്നില്ല, നിങ്ങളും കണ്ടു കാണും. ഇതിലും ഭേദമായിട്ട് നമ്മൾ ചെയ്യും ട്രെൻഡിങ്, നമ്മുടെ മേഖലയാണല്ലോ. എനിവേസ് ഇനി നോക്കിക്കോ, ഇതിൽ സാലഡ്സ്, കുറേ മറ്റേ മധുര കിഴങ്ങ്, പിന്നെ പുഴുങ്ങിയ ഏത്തപ്പഴം അല്ലെങ്കിൽ അവിച്ച ഏത്തപ്പഴം, അങ്ങനെ ഫ്രൂട്ട്സ്, കുറേ സാധനങ്ങളുണ്ട്. അതിൻ്റെ സെക്ഷനിലേക്ക് ഞാൻ വന്നു. പിന്നെ നമ്മളെ വിളിച്ചാൽ നമ്മൾ ഡെഫിനറ്റായിട്ടും എന്ത് ചെയ്യും, പരിപാടികൾ പോയി ഇവൻറ്റുകൾ ചെയ്യും. കാരണം നമ്മുടെ സംഭവം ഇത് തന്നെയാണല്ലോ, മേഖല ഡാൻസിങ്ങുമാണ് ഈയിടെയായിട്ട് മൊത്തം. പിന്നെ നമ്മൾ ട്രെൻഡിങ്ങിൻ്റെ ആശാനുമാണ്, നമുക്ക് പ്രത്യേക പ്രാക്ടീസിൻ്റെ ആവശ്യമില്ല. അങ്ങനെ ഞാൻ കുറച്ച് സാലഡ് എടുക്കുന്നു. എന്നെ അറിയുന്ന പല ആൾക്കാർക്കും അറിയാം, നമ്മൾ ഈ പാർട്ടീസിനൊക്കെ ഇത് ചെയ്യും, ട്രെൻഡിങ് ഹുക്ക് സ്റ്റെപ്സും ഡാൻസും ചെയ്യും. പിന്നെ ഇപ്പം ഞാൻ ക്ലാസിക്കലിൻ്റെ ഫീൽഡിലും നിൽക്കുന്നതാണ്. ഈ ഇന്നലെ കണ്ട പോലത്തെ മോഹിനിയാട്ടം, കുച്ചിപ്പുടി, ഭരതനാട്യം അതൊക്കെ വെച്ച് വധു കയറി വരുമ്പോൾ ചെയ്യണമെങ്കിൽ അങ്ങനെയുള്ള പരിപാടിയെല്ലാം നമ്മൾ ചെയ്യും. പക്ഷെ നമ്മളെ വിശ്വസിച്ചൊരാൾ വരുന്ന സമയത്ത് നമ്മളിത് ചെയ്യൂ. അല്ലാതെ ഒരു അനാവശ്യമായിട്ടുള്ള സ്ഥലത്ത് പോയിട്ട് നമ്മൾ അങ്ങോട്ട് ഹെഡ് ചെയ്തൊന്നും ചെയ്യത്തില്ല. അത് നമ്മുടെ ഒരു രീതിയല്ല, ഒരു ഡാൻസിൻ്റെ രീതിയല്ല. നമുക്ക് റെസ്പെക്റ്റ് ചെയ്യണം, നമ്മളെ വിളിക്കുവാണ്, ഒരു പരിപാടിക്ക് വന്ന് ചെയ്യുക, ഒരു പാർട്ടിക്ക് വന്ന് ചെയ്യുമ്പോൾ നമ്മൾ വരും. നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ടന്നെ അടിച്ച് ചെത്തി വരും. ഇപ്പം തന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ചെത്തറിയാമല്ലോ വസ്ത്രങ്ങളും. ഈ വസ്ത്രമൊക്കെ എവിടെ നിന്നാണെന്നുള്ളത് അതൊരു സ്റ്റോറിയാണ്. നിങ്ങൾ എൻ്റെ വീഡിയോയുടെ അവസാനം വരെ നോക്കുക. സോ ആവശ്യമുള്ളവർ വിളിക്കുക, നമ്മൾ തീർച്ചയായിട്ടും വരും. ഇതിൻ്റെ പരിപാടികൾ എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇവർ ഹോസ്റ്റ് ചെയ്ത ഇവൻറ്റുകാർ. ഫുഡ് നന്നായിട്ട് ഞാൻ എൻജോയ് ചെയ്തു. കംപ്ലീറ്റ് എൻ്റെ ഫോക്കസ് ഫുഡിലായിരുന്നു. ബാക്കിൽ കൂടെ എന്തൊക്കെയോ നടക്കുന്നുണ്ടായിരുന്നു, അത് ഞാൻ മൈൻഡേ ചെയ്യാൻ പോയില്ല. എൻ്റെ ഫുഡ് ഞാൻ അടിച്ചു. ഈ ആർഡിയറിൽ പോയാലൊരു രസവും വൈഡ് വെറൈറ്റി ഫുഡുകൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. നമ്മളെ വിളിക്കുന്നിടത്ത് നമ്മൾ പോയി പരിപാടികൾ ചെയ്യുക, അല്ലാത്തടത്ത് നമ്മൾ പോകാതെ ഇരിക്കുക. നേരത്തെ കണ്ട ഞാൻ സാലഡ് എടുത്ത് വെച്ച പ്ലേറ്റാണ്. സോ ഇതോടുകൂടെ വി ആർ എൻഡിങ് ദ വ്ളോഗ്. നമ്മുടെ വ്ളോഗ് കഴിഞ്ഞു. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വ്ളോഗ്. സബ്സ്ക്രൈബ് മൈ ചാനൽ. ബൈ. സോ ഈ ഡ്രസ്സ് എൻ്റെ തന്നെ സ്റ്റുഡിയോ പേജായ സിന്ധുജ സാരി ഫാൻസി സ്റ്റുഡിയോ, അതിൽ നിന്ന് ഞാൻ ഡിസൈൻ ചെയ്ത, ഞാൻ സെയിൽസ് ഇട്ടിരിക്കുന്നൊരു ഡ്രസ്സ് തന്നെയാണ്. എത്ര ക്യൂട്ടാണ് എൻ്റെ ബോഡിയിൽ ഈ അറ്റയറം നോക്കിയോ. ഇത് വേണമെന്നുള്ളതൊക്കെ പാർട്ടിക്കൊക്കെ ഇടാം. ചെരുപ്പും എൻ്റെ തന്നെയാണ്, എൻ്റെ തന്നെ പ്രോഡക്റ്റാണ്. സോ ആവശ്യമുള്ള ആൾക്കാർ എന്നെ ഓർഡേഴ്സിനായിട്ട് DM ചെയ്യുക. എൻ്റെ ഇൻസ്റ്റാ പേജുണ്ട് ബിസിനസ്സിൻ്റെ, അതിൽ ഫോളോ ചെയ്യുക. സോ ഒപ്പം തന്നെ ഞാൻ പറയുന്നു, ഇതുപോലുള്ള സെക്സിസ്റ്റ് ആയിട്ടുള്ള അറ്റയറൊക്കെ ഇട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പരിപാടികൾ ചെയ്യാൻ വരും, വിളിക്കുന്നവരുടെ അടുത്ത് മാത്രം. എൻ്റെ വീട്ടിൻ്റെ അടുത്തൊരു കല്യാണം ഉണ്ടായിരുന്നു, ഞാൻ കഴിഞ്ഞോടെ പറഞ്ഞു, അതിൻ്റെ ഏരിയയിലെത്തേ ഞാൻ പോയിട്ടില്ല. എങ്ങാണ്ടോ ഉള്ള ഒരു വയസ്സനായ ഒരു ചേട്ടനെ വിളിച്ചാണ് അവരെന്തൊക്കെയോ പാട്ടും കാര്യങ്ങളൊക്കെ നടത്തിയത്. അതുകൊണ്ട് മാത്രമല്ല, ഇത്രയും താഴ്വയ നമ്മൾ ഒരു ഏരിയയിലുള്ളപ്പോൾ അത്ര പോപ്പുലർ അല്ലാത്ത ഒരാളെ വിളിച്ച് പരിപാടി ചെയ്യുന്നത് നമ്മളോട് നമുക്ക് എന്ത് പറയാനാണ്? ഇഷ്ടമുള്ള ആൾക്കാർ നമ്മളെ വിളിക്കും, ഇല്ലെങ്കിൽ വിളിക്കില്ല. ഐ ആം ലീസ്റ്റ് ബോതേർഡ് അബൌട്ട് ഇറ്റ്. പക്ഷെ ഞാൻ പറയുന്നത്, എനിക്കൊരു വേദി തരുന്നിടത്ത്, റെസ്പെക്റ്റ് തരുന്നിടത്ത് പോയാൽ ഞാൻ ഇവൻറ്റ്സ് ചെയ്യാറുള്ളൂ. താങ്ക് യു. ബൈ.